ചെല്ലുമ്പോൾ നോക്കാം. അങ്ങനെ ഗായ്സ് ഇതാ ഫുഡൊക്കെ കൊടുത്തു. ഒരു 2 മണിയൊക്കെ ആകുമ്പോൾ ദേവിയെ സ്കൂളിലോട്ടാക്കണമെന്ന് പറഞ്ഞു. ദേവിയും ദേവിയുടെ പപ്പയും കൂടി ഇതാ സ്കൂളിലോട്ട് പോയി. അപ്പം ഞങ്ങൾ വഴിയേ വരാമെന്നും പറഞ്ഞു ചെന്നു. അപ്പോൾ ഞങ്ങളിതാ ചെന്നപ്പോൾ ഇതാ ഒരാൾ വാടിക്കൊഴിഞ്ഞ് നിൽപ്പുണ്ട്. ആൾക്ക് ചെറിയ ചുമയൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഡാൻസ് കളിക്കാൻ യാതൊരു കുറവുമില്ല, കുരുത്തക്കേടിനും ഒരു കുറവുമില്ല. അങ്ങനെ കുറച്ച് കേക്കും ബിസ്ക്കറ്റും ഒക്കെ കൊടുത്തു. പിന്നെ ടാങ്കൊക്കെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അതൊക്കെ കലക്കിക്കൊണ്ട് പോയി. അപ്പോൾ എന്തെങ്കിലും ഒരു പുതുമയൊക്കെ കാണുമല്ലോ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ. അപ്പോൾ അവൻ ആവശ്യത്തിന് അതെല്ലാം അങ്ങ് മുതലെടുത്തു. അങ്ങനെ അതൊക്കെ കൊടുത്തു. അങ്ങനെ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് അധികം ആരും ഇല്ലായിരുന്നു. അങ്ങനെ കുറച്ച് പേരൊക്കെ വന്നു തുടങ്ങി. ഞങ്ങൾ നേരത്തെയാണ് പോയത്, അടുത്തായതുകൊണ്ട്. അപ്പോൾ നമ്മുടെ ഇനാഗ്രേഷനൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. So now we are going to distribute the prizes of the running race competition. ദേവ വന്ന് വീട്ടിൽ പറഞ്ഞെങ്കിലും ഞാൻ വിചാരിച്ച് എല്ലാ പിള്ളേർക്കും കിട്ടുന്ന പോലെ എന്തെങ്കിലുമൊക്കെ ഒന്നായിരിക്കുന്നു. പക്ഷെ അല്ല കേട്ടോ, ആശാന് പ്രൈസ് കിട്ടിയപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയത്. ദാണ്ട കണ്ടോളൂ ദേവിയുടെ പ്രൈസ് എന്തിനാണെന്ന് കൂടി അറിഞ്ഞപ്പോഴാണ് ഞാൻ സത്യം പറഞ്ഞ് ഞെട്ടിപ്പോയത്. റണ്ണിങ് കോമ്പറ്റീഷനാണ് കേട്ടോ. എന്നാൽ കിട്ടിയില്ലെങ്കിലേ ഉള്ളൂ അത്ഭുതം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പിള്ളേരുടെ പ്രോഗ്രാംസിലേക്ക് പോകാനായി. Learning, laughter and teamwork. The performances you are about to witness are a testament to the creativity and enthusiasm of our students. So gradually നമുക്ക് കുട്ടികൾ കൂടി ഒരു 13 സ്റ്റുഡൻസ് ആയി. ഇതെല്ലാം ആക്ച്വലി ഞാൻ താങ്ക്സ് പറയേണ്ടത് എൻ്റെ വണ്ടർഫുൾ പാരൻസിനോടാണ്. ബിക്കോസ് നിങ്ങളാണ് എൻ്റെ പബ്ലിസിറ്റി, നിങ്ങളാണ് എൻ്റെ അഡ്വർടൈസിങ് ഏജൻറ്റ്സ്. ഞാനായിട്ട് ഇതുവരെ ആക്ച്വലി പബ്ലിസിറ്റിക്ക് പോയിട്ടില്ല, നമ്മളൊരു ആഡ് ചെയ്തിട്ടില്ല സ്കൂളിൻ്റെ പേരിൽ. അപ്പം മൗത്ത് പബ്ലിസിറ്റിയിൽ വന്ന കുട്ടികളാണ്. സോ അതിലെനിക്ക് ഭയങ്കരമായ അഭിമാനമുണ്ട്. അപ്പോൾ ഏറ്റവും കുഞ്ഞു പീക്രീസിൽ നിന്നാണ് അവിടെ തുടങ്ങുന്നത് കേട്ടോ. അവരുടെ അറേഞ്ച്മെൻറ്റ്സ് തന്നെ സത്യം പറഞ്ഞാൽ ഞാൻ നോക്കി നിന്നു. പേരൻസ് ആരും തന്നെ അങ്ങോട്ട് വരേണ്ടെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. ടീച്ചേഴ്സ് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അവിടെ അവർ കളിക്കുന്നുണ്ട്, ഈ ഫ്രണ്ടിലിരുന്ന് ടീച്ചേഴ്സും കൂടെ കളിക്കുന്നുണ്ട്. ഓരോരുത്തർക്കും അവർ 4 പേർക്കും അറിയാം കേട്ടോ അവർ എന്തൊക്കെയാണ് കളിക്കുന്നതെന്നുള്ളത്. അവർ കുഞ്ഞുങ്ങളാണെങ്കിൽ പേരൻസിനെ ഒന്ന് നോക്കുന്നത് പോലും ഇല്ല. അമ്മയോ അച്ഛനോ ആരെയും വേണ്ട, അവർക്ക് ടീച്ചേഴ്സിനെ മാത്രം മതി. അവർ കാണിക്കുന്നത് തന്നെയാണ് അവർ കളിക്കുന്നത്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. എല്ലാവരും ചെയ്യുന്നുണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം, അവർക്ക് ഒന്നും അറിയാത്ത പ്രായമാണല്ലോ. നമുക്ക് സത്യം പറഞ്ഞാൽ ഈ പ്രായത്തിലൊന്നും നമുക്ക് ഓർമ്മ പോലും ഇല്ല. പക്ഷെ അവർ കണ്ടോ, ഇപ്പോഴത്തെ ജനറേഷൻ അങ്ങനെയാണ്. കുട്ടികൾ കൂടുതലും ആക്റ്റീവായിട്ടുള്ള ആളുകളാണ്. അങ്ങനത്തെ ടീച്ചേഴ്സും അതിനൊത്ത് എന്തായാലും അവരെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്, മാറ്റി നിർത്താനായാലും. ഞാൻ സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു ടീച്ചേഴ്സിനെ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. പല സ്കൂളുകളിലും പ്രോഗ്രാംസിനൊക്കെ ഞാൻ പോയിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്രയും ഇൻവോൾവ് ആയിട്ട് അവരുടെ മക്കളെ പോലെ തന്നെയാണ് ഓരോരുത്തർ എന്തൊക്കെയാണ് കാണിക്കുന്നതെന്നുള്ളതും എല്ലാം അവർക്ക് നന്നായിട്ട് അറിയാം കേട്ടോ. അങ്ങനെ ഓരോ കാറ്റഗറീസ്, ആദ്യം കുഞ്ഞു കുട്ടികൾ LKG UKG പ്ലേ ക്ലാസ്, അങ്ങനെ അങ്ങ് സ്റ്റെപ്പായിട്ടാണ് കയറി പോകുന്നത്. കുരുട്ടു പീക്കിരികളെയും നമുക്ക് കുറേ നേരം നിർത്താൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അവരുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് കയറി പോവാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ബ്രേക്ക് ടൈമിലായിട്ട് കുറച്ച് പ്രൈസ് ഡിസ്ട്രിബ്യൂഷനും കൂടെ നടത്തുന്നുണ്ടായിരുന്നു. ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ദേവയ്ക്ക് വീണ്ടും ഉണ്ടെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഞാൻ വിചാരിച്ചു ഒരെണ്ണം എങ്ങാനും ഒക്കെ കിട്ടുമായിരിക്കും. പക്ഷെ ആള് സ്പോർട്സിലും ഒക്കെ ആക്റ്റീവാണെന്നുള്ളത് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ഇത്രയും പ്രൈസൊക്കെ LKGയിലൊക്കെ വാരി കൂട്ടുക എന്നുള്ളത് ഞാൻ ആദ്യമായിട്ടാണ്. അപ്പോൾ ഞാൻ ഒത്തിരി സന്തോഷമാണ് അമ്മ എന്ന നിലയിൽ. അപ്പോൾ ദേവിക്കും ഒത്തിരി സന്തോഷമായിട്ടോ. ആൾക്ക് ഇപ്പം അതിനെപ്പറ്റിയൊന്നും അറിയത്തില്ലായിരിക്കും, എന്നാലും അവന് അതൊരു സന്തോഷമായി. വീട്ടിൽ കൊണ്ടുവയ്ക്കാം എന്നുള്ളതൊക്കെ ആയിരിക്കും. എന്താണ് അവൻ്റെ മനസ്സിലുള്ളതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അടുത്തതിലോട്ട് പോവാം. അപ്പോൾ കൊച്ചു കുട്ടികളാണ് കേട്ടോ. അവരെ ഡാൻസ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഭയങ്കര കരച്ചിലൊക്കെയായി. അങ്ങനെ അമ്മയെ കാണുമെന്ന് അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. വി ആർ വെരി ത്രിൽഡ് ആൻഡ് ഹാപ്പി. അതോടൊപ്പം തന്നെ സങ്കടമുണ്ട് അവർ പോകുന്നത്. ബിക്കോസ് പലരും ഈ പറഞ്ഞ പോലെ പ്ലേ ക്ലാസ്സിൽ ഒരു 2.5-3 വയസ്സിലൊക്കെ വന്ന് ജോയിൻ ചെയ്ത കുട്ടികളാണ്. പക്ഷെ ഭയങ്കര സന്തോഷം ഇങ്ങനെ ഒരു ബാച്ച് പുറത്തു പോകുന്നതിലും അവരുടെ ഡെവലപ്മെൻറ്റിലും ഞങ്ങൾ ഒരുപാട് ഹാപ്പിയാണ്. ബിക്കോസ് നമ്മൾ കൊടുത്തിരിക്കുന്നത്
ഒരു കുറേ സ്പെല്ലിങ്സ് കാണാതെ പഠിക്കുക, അല്ലെങ്കിൽ കുറേ എഴുത്ത്, അങ്ങനെ ഒരു രീതിയല്ല. നമ്മുടെ പാരൻസിന് തന്നെ അറിയാം. സോ അവർ ഇപ്പോൾ സ്വന്തമായിട്ട് വായിക്കാനും വേർഡ്സ് മേക്ക് ചെയ്യാനും ഒക്കെ അവർ ഒത്തിരി കേപ്പബിൾ ആണ്. സോ അതിൽ ഞാൻ ഭയങ്കര സന്തോഷമാണ്. ബിക്കോസ് പേഴ്സണലി ഞാൻ എൻ്റെ മോളെ പഠിപ്പിച്ചത് ഈ സിസ്റ്റത്തിലാണ്. അപ്പോൾ അയാൾ ആണ് ആക്ച്വലി പറഞ്ഞാൽ ലിറ്ററലി ഫസ്റ്റ് സ്റ്റുഡൻറ്റ് ടു ബി ഔട്ട് ഇസ് മൈ ഡോട്ടർ നക്ഷത്ര. പക്ഷെ അയാൾ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ ആ ക്ലാസ്സിൽ. പക്ഷെ അയാൾ ഇപ്പം പഠിക്കുന്ന സ്കൂളിൽ എനിക്ക് ആക്ച്വലി അയാളെ അസിസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. ടെക്സ്റ്റ് ബുക്ക് റീഡ് ചെയ്യുന്നതിനാണെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ റീഡ് ചെയ്യുന്നതിനാണെങ്കിലും എല്ലാം ഷീ വിൽ ഡു ഇറ്റ് ബൈ ഹേർസെൽഫ്. അപ്പോൾ അത്രയും റിയൽ ലൈഫിൽ അവരെ സ്കിൽഡ് ആക്കി മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റിയതിൽ ഞങ്ങൾ എല്ലാ ടീച്ചേഴ്സും ഒരുപോലെ ഹാപ്പിയാണ്. ആൻഡ് വി എക്സ്റ്റെൻഡ് അവർ ഹാർട്ട് ഫെൽറ്റ് താങ്ക്സ് ഇൻ ട്രസ്റ്റിംഗ് us. ഈ 3 വർഷം അവരെ ഞങ്ങളുടെ കയ്യിൽ തന്ന് ഇതുപോലൊരു സ്കൂളിൻ്റെ ബിഗിനിങ് സ്റ്റേജ് തൊട്ട് ഒരു ഗ്രൂപ്പിനെ ഞങ്ങൾക്ക് പാസ് ഔട്ട് ആക്കാൻ പറ്റിയതിൽ വി ഫീൽ റിയലി പ്രൗഡ് ആൻഡ് താങ്ക് യു സോ മച്ച്. അപ്പോൾ അടുത്ത സെക്ഷൻ എന്ന് വെച്ചാൽ ഫസ്റ്റ് ബാച്ചിനായിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് കൊടുക്കുകയാണ്. അവരുടെ മുത്തുമണികളാണ് കേട്ടോ, ആദ്യമായിട്ട് കിട്ടിയ ആ സ്കൂൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ കിട്ടിയ മക്കളാണ്. അപ്പോൾ അവരിതാ പുതിയ സ്കൂളിലേക്ക് പോവുകയാണ്. അതിൻ്റെ ഒരു സെലിബ്രേഷൻ കൂടിയാണ് ഇവിടെ നടക്കുന്നത്. അവർക്കെല്ലാവർക്കും സർട്ടിഫിക്കറ്റ്സ് കൊടുക്കുക, ഒരു സന്തോഷം. അപ്പോൾ കുഞ്ഞുമക്കളല്ലേ, അവർ പോകുമ്പോൾ അവരെ നല്ല രീതിയിൽ അയക്കുക എന്നുള്ളത്. അപ്പോൾ അതിനുശേഷം ഇതാ വീണ്ടും അവരുടെ പ്രോഗ്രാംസ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഡാൻസൊക്കെ ഇത് കുറച്ചുകൂടി വലിയ കുട്ടികളുടെയാണ് കേട്ടോ, നേരത്തെ ഒരുങ്ങി നിന്നവരില്ലേ അവരുടെയാണ്. അപ്പോൾ അവരുടെ കഴിഞ്ഞിട്ട് വീണ്ടും പീക്കിരികളിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ അതാ വീണ്ടും നമുക്ക് ഡാൻസ് പ്രോഗ്രാമിലോട്ട് പോവാം. അപ്പോൾ ഇതാ ഇവിടെ കുട്ടികൾ കളിക്കുന്നുണ്ടെങ്കിലും അവരോടൊപ്പം അവരുടെ ടീച്ചേഴ്സ് നിന്ന് അവരെ എൻകറേജ് ചെയ്യുന്നുണ്ട്, ഒരു സ്റ്റെപ്പ് പോലും മറക്കരുതെന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ടീച്ചേഴ്സാണ് ഇതാ ഇവിടെ നിൽക്കുന്നത്. അവർ സത്യം പറഞ്ഞാൽ ഒരു 10-12 ഡാൻസ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അതിനെല്ലാം ഇവർക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. ടീച്ചേഴ്സിനായാലും ആർക്കും ഒരു ഡൗട്ട് പോലും ഇല്ല, പിള്ളേർക്കായാലും. അവരവിടെ നിന്നൊന്ന് ജസ്റ്റ് കാണിക്കുന്നുണ്ട്, എന്നാൽ അതേപോലെ തന്നെ അവർ കളിക്കുന്നുമുണ്ട്. കുറച്ച് അധികം അവർ കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. കാരണം ഞാൻ ദേവയെ വീട്ടിൽ കൊണ്ടുവന്ന് എൻ്റെ ദൈവമേ 2 സ്റ്റെപ്പൊക്കെ ഒന്ന് പഠിപ്പിക്കാൻ നോക്കി. എനിക്ക് ഇതുപോലൊരു തലവേദന വേറെ ഇല്ലായിരുന്നു. ഞാൻ സമ്മതിച്ചിരിക്കുന്നു, ഹാറ്റ്സ് ഓഫ് യു. കാരണം ഇത്രയും കൊച്ചു കുട്ടികളാണ് കേട്ടോ, വലിയ ടീമുകളൊന്നുമല്ല. ഈ നിൽക്കുന്നത് തന്നെ ഫസ്റ്റ് സ്റ്റാൻഡേർഡൊക്കെ ആയ കുട്ടികളാണ്. അവരെയൊക്കെ നമ്മളെങ്ങനെയാണ് പറയുന്നത്, കുട്ടികളെ അറിയാമല്ലോ, ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകുന്ന ആളുകളാണ്. ഇവരെ ഇത്രയും നന്നായിട്ട് ഇത്രയും ബെറ്ററായിട്ട് കളിപ്പിച്ചെടുത്തതിന് ഒത്തിരി ഞാൻ വലിയ കുട്ടികളെയൊക്കെ ഡാൻസ് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇത് സത്യം പറഞ്ഞാൽ ഞാൻ സമ്മതിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ. ദേവയ്ക്ക് ഞാൻ ഒരു എക്സ്ട്രാ ഒരു ഡാൻസ് കൂടെ അവിടെ കളിക്കണമെന്നൊരു അതിയായ മോഹത്തോടു കൂടി വീട്ടിൽ ഞാൻ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചതാണ്. ആ മോഹം ഞാൻ പയ്യെ അങ്ങ് മടക്കി പെട്ടിയിലാക്കി. കാരണം എനിക്ക് വയ്യ, ഇത്രയും പാടുള്ളൊരു പരിപാടി വേറെ ഒന്നുമില്ല. അങ്ങനെ എന്തായാലും ഞാൻ നിർത്തി. അപ്പോഴേക്കും നമ്മുടെ ദീശുക്കുട്ടി ഇതാ എത്തിയിട്ടുണ്ട്. ദീശുക്കുട്ടിക്ക് സാധിക്കുന്നില്ല, അവിടെ പ്രോഗ്രാം നടക്കുന്നുണ്ട്, ചേട്ടൻ കളിക്കുന്നുണ്ട്. ദേവയുടെ ഡാൻസാണ് കേട്ടോ ഇവിടെ നടക്കുന്നത്. ചേട്ടൻ കളിക്കുന്നതിനോടൊപ്പം അനിയത്തി കുട്ടിക്കും കൂടെ കളിക്കണമെന്ന് പറഞ്ഞ് സ്റ്റേജിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. എങ്ങനെയെങ്കിലുമൊക്കെയാണ് ഞാനവിടെ പിടിച്ചിരുത്തിയത്. ദേവയൊക്കെ ഇത്ര കളിക്കുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല കേട്ടോ. ദേവയൊക്കെ അവിടെ നിൽപ്പുണ്ട്. എല്ലാവരുടെ ഹൈറ്റിനനുസരിച്ചൊക്കെയാണ് പിള്ളേരെ എല്ലാം നിർത്തിയിരിക്കുന്നത്. ഈ കുരുട്ടുകളൊക്കെ ഉണ്ടോ എഴുന്നേറ്റ് നടക്കുന്നുണ്ടോ, ഇവരെയൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ അനുസരണയോടുകൂടി ചെയ്യിപ്പിച്ചതെന്ന് എനിക്ക് ഒരു പിടിയില്ല. കൊച്ചു കുട്ടികളെ മെരുക്കാൻ ഭയങ്കര പാടാണ്. എന്നെ കൊണ്ട് ആ പരിപാടി പറ്റത്തേയില്ല. ദേവത എന്തായാലും നന്നായിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ, കറക്റ്റായിട്ട് ഓർത്തൊക്കെ കളിക്കുന്നുണ്ട്. അത് സത്യം പറഞ്ഞാൽ ഞാൻ അത്ഭുതപ്പെടുന്നു ദേവ ഇങ്ങനെയൊക്കെ കളിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ദേവയെ കണ്ടപ്പം നമ്മുടെ ദീശുക്കുട്ടിക്ക് അതിൻ്റെ അകത്തോട്ട് സ്റ്റേജിലോട്ട് കയറി ചെല്ലണമെന്ന് മോഹമായിട്ട് നിൽക്കുവാണ്. അങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് സാറ് നന്നായിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ, കറക്റ്റായിട്ട് പെട്ടെന്ന് കളിക്കുന്നുണ്ട്. ദേവത ആ 3rd നിൽപ്പുണ്ട്. ദേവ അന്ന് കുറച്ച് പനിയുണ്ട്, ചുമയുണ്ട്, ആ ഒരു പരിപാടി. എന്നിട്ടും വീട്ടിൽ വരുമ്പോൾ ഞാൻ ചോദിക്കാനുണ്ടായിരുന്നു, ദേവ നീ ഏത് പാട്ടാണ് കളിക്കുന്നത്, ഏത് ഡാൻസാണ് കളിക്കുന്നത്, എനിക്കും കൂടെ ഒന്ന് കാണിച്ചു തരാം. കുറേ പാട്ടുകൾ പറയും, വേറൊന്നുമല്ല, എല്ലാവരും പല ക്ലാസ്സിലുള്ളവർക്ക് പല സോങ് ആണ് കേട്ടോ. ഇത് എനിക്കറിയുന്നില്ലല്ലോ. അപ്പോൾ ഈ പല പാട്ടുകൾ പറയുമ്പോൾ ഞാൻ ആലോചിക്കും, ഇവന് ഇപ്പോഴല്ലേ പിടി കിട്ടിയത്, ഈ പിള്ളേർക്ക് എല്ലാവരും ഡാൻസും അറിയാം.
ഇപ്പം പ്ലേ ക്ലാസ് ആയാലും LKG ആയാലും ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ആയാലും UKG ആയാലും ഏത് ക്ലാസ്സിലെ പിള്ളേർക്കുള്ള ഡാൻസ് ആയാലും അവർക്കറിയാം കേട്ടോ. അതാണ് ഈ പാട്ടുകൾ പറ എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ എന്തായാലും ഡാൻസൊക്കെ കഴിഞ്ഞു. ഇവിടെ കുട്ടിപ്പട്ടാളംസ് എല്ലാം കൂടെ ഫ്രണ്ടിൽ കിടന്ന് കളിക്കുന്നുണ്ട്. ഇവരെയൊക്കെ കുറേ നേരമൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനല്ലേ പറ്റത്തുള്ളൂ. ഇപ്പം ദീശുവിനെ കൈകാര്യം ചെയ്യണമെങ്കിൽ ഒരാൾ തന്നെ കൂടെ വേണം. അങ്ങനെ ദീശു പിള്ളേരെല്ലാം കൂടെ കണ്ടപ്പോൾ അവൾക്ക് എന്തോ ഒത്തിരി സന്തോഷം കൊണ്ട് ഇരിക്കാൻ വയ്യാത്തൊരവസ്ഥയാണ്. മറ്റേ പോപ്പിക്കൂടയിലെ പരസ്യം പറയുന്ന പോലത്തെ അവസ്ഥയായിപ്പോയി. അങ്ങനെ ഒരാൾ ഇറങ്ങുമ്പോൾ പിന്നെ ബാക്കിയുള്ളതൊക്കെ പറയണോ. പിന്നെ ഡാൻസ് കഴിഞ്ഞവരുടെ വേറൊരു പ്രോഗ്രാം ബാക്ക് സ്റ്റേജിൽ നടക്കുന്നുണ്ട്. അവരെ തകർത്ത് ഓട്ടമൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അടുത്തത് ലുങ്കി ഡാൻസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇവരെയൊക്കെ കയ്യിലേക്ക് എടുത്ത് നിർത്തണമെങ്കിൽ ഉള്ള കാര്യം പിന്നെ പറയണോ. പിന്നെ അതുമൊക്കെ കണ്ടുകൊണ്ടിരുന്നു. അപ്പോൾ സമയം പെട്ടെന്ന് പോകുന്നതേ അറിഞ്ഞില്ല. കുറച്ച് ലേറ്റ് ആയി, പക്ഷേ എല്ലാം തകൃതിയായിട്ട് നടക്കുന്നു ണ്ട്. സമയം പോണതും ഒന്നും അറിയുന്നില്ല. നല്ല രസമുണ്ട് കേട്ടോ ഇതൊക്കെ കണ്ടോണ്ടിരിക്കാനായിട്ട്. ലുങ്കി കഴിഞ്ഞപ്പോൾ വീണ്ടും ദേവ. ഇവർക്കെല്ലാവർക്കും ഈ കോസ്റ്റ്യൂമും എല്ലാം ഇവരുടെ സ്വന്തം തന്നെയാണ് കേട്ടോ. ഇത് ഇട്ടോണ്ട് തിരിച്ചു തരാം. ഓരോരുത്തർക്ക് അവരവരുടെ സ്വന്തം കോസ്റ്റ്യൂം തന്നെയാണ്. ഇതൊന്നും നമ്മൾ വീട്ടുകാർക്കൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. പിള്ളേരെ അങ്ങ് ഭക്ഷണം കൊടുത്ത് സ്കൂളിൽ വിടുക എന്നുള്ള ഡ്യൂട്ടി മാത്രമേ ഉള്ളൂ. അവരുടെ കോസ്റ്റ്യൂമും എല്ലാ കാര്യങ്ങളും ടീച്ചേഴ്സ് തന്നെയാണ് ചെയ്തത്. ഇതവരുടെ സ്വന്തം കോസ്റ്റ്യൂമാണ്. അതൊക്കെ ഞങ്ങൾ പിന്നെയാണ് അറിയുന്നത്. ആനുവൽ ഫീ എത്രയാണെന്ന് വെച്ചാൽ അതങ്ങ് കൊടുത്തു. അല്ലാതെ വേറെ പരിപാടി ഒന്നും നമുക്കില്ലായിരുന്നു. ദേവത തകർത്തിയായിട്ട് അവിടെ നിന്ന് കളിക്കുന്നുണ്ട്. നന്നായിട്ട് കളിക്കുന്നുണ്ട്. ഇതൊക്കെ സ്കൂളിൽ കളിക്കുമ്പോഴാണ് നമ്മളിതൊക്കെ കാണുന്നത് തന്നെ. അപ്പം ടീച്ചേഴ്സിന് സത്യം പറഞ്ഞാൽ വീണ്ടും വേണ്ട ഇവിടെയൊക്കെ കണ്ടോ. ഇവറ്റകളെയൊക്കെ ഒന്ന് അടങ്ങിയിരുത്തണമെങ്കിൽ പ്രത്യേകം നമ്മൾ എക്സ്ട്രാ ഹോർലിക്സോ ബൂസ്റ്റോ ഒക്കെ കലക്കി കുടിച്ചിട്ടേ വരാൻ പറ്റത്തുള്ളൂ. അടുത്ത പാർട്ടായിട്ടാണ് കേട്ടോ ഇവരെ ഇങ്ങനെ സെക്ഷനായിട്ടാണ് ഓരോരുത്തരെ കളിപ്പിച്ചെടുക്കുന്നത്. ഇവരെ അടുത്ത ഗേൾസ് കയറിയിട്ടുണ്ട്. അങ്ങനെ എന്തായാലും എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര എൻജോയ്മെൻ്റ് ഒരു ആനിവേഴ്സറി ആയിരുന്നു. സൂപ്പറായിരുന്നു കേട്ടോ. കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു. ടീച്ചേഴ്സും അതിനോടൊപ്പം ഇവരുടെ കൂടെ തുള്ളുന്ന ടീച്ചേഴ്സാണ് കേട്ടോ. അല്ലെങ്കിൽ പറ്റത്തില്ല. കാരണം ഇവരെ മരിക്കുന്ന കാര്യം കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കണ്ടുകൊണ്ടിരിക്കാൻ. അപ്പോൾ ഇവരും കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ സത്യം പറയാൻ ഞെട്ടിപ്പോയി ഞാൻ. ഇവരെന്തായാലും നന്നായിട്ട് കളിച്ചു. ടീച്ചേഴ്സ് അവരൊപ്പം നിൽക്കുന്നുണ്ട് കേട്ടോ. അവിടെ എവിടെ എല്ലാം പിടിച്ചു നിർത്തുന്നുണ്ട്. അവർക്കൊന്നും അറിയില്ലല്ലോ. 4-4.5 വയസ്സുള്ള ആളുകൾക്കൊക്കെ എന്തറിയാനാണ്. അങ്ങനെ എന്തായാലും കൊച്ചു കുട്ടികൾ ഇങ്ങനെ കളിക്കുന്ന കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. ഇനി ഇത് കഴിയുമ്പോഴാണ് അടുത്ത രസം വരുന്നത്. ഇവരുടെ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ തുടങ്ങാൻ പോവാണ് കേട്ടോ. അങ്ങനെ ദേവയുടെ ഫ്രണ്ട്സും കളിച്ച് സെറ്റായിട്ടുണ്ട്. എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നത് പോലെയൊന്നും അല്ല. കറക്റ്റ് സ്റ്റെപ്പൊക്കെയാണ് കേട്ടോ കളിക്കുന്നത്. നന്നായിട്ട് അവർ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ടീച്ചേഴ്സും അതിനോടൊപ്പം തന്നെ ഇവരോടൊപ്പം നിന്നിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഇത്രയും 100% റിസൾട്ടൊന്നും ഉണ്ടാകത്തില്ല. പ്രത്യേകിച്ച് ഈ പിള്ളേരെ. പാരൻസ് മ്യൂസിക് അവിടെ പോയി സജസ്റ്റ് ചെയ്യുക. നെക്സ്റ്റ് പാർട്ട് please clap for her. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ എൻ്റർടൈനിങ് ആയത് ഈ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ തന്നെയാണ് കേട്ടോ. ഇതെല്ലാം പ്ലേ ക്ലാസ് പിള്ളേരാണ് കേട്ടോ. 3 വയസ്സ് 3.5 വയസ്സിലൊക്കെ ഉള്ള ടീംസുകളാണ് ഈ വന്ന് നിൽക്കുന്നത്. അവരെ കൊണ്ട് ഇത് പക്ഷേ പേരൻസിൻ്റെ ഡ്യൂട്ടി ആയിരുന്നു കേട്ടോ. ഇവരെ കൊണ്ട് അവരുടെ ഡ്രസ്സും അവരെ കൊണ്ട് ഇങ്ങനെ ചെയ്യിക്കുക എന്നുള്ളത് പേരൻസിന് വിട്ടുകൊടുത്തു. ഡാൻസ് എന്തായാലും ടീച്ചേഴ്സാണ് ചെയ്യിപ്പിച്ചത്. ഇത് നമ്മളെന്തെങ്കിലും വീട്ടിൽ നിന്ന് എന്തെങ്കിലും ചെയ്യിപ്പിച്ചുകൊണ്ട് വരണമെന്നായിരുന്നു. എന്തെങ്കിലും എക്സ്ട്രാ ഒരെണ്ണം. അപ്പം അതിനായിട്ട് കുറച്ച് പേരെങ്കിലും മുൻകൈ എടുത്ത് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ദേവയെ കൊണ്ട് ഞാൻ പരമാവധി ചെയ്യാൻ നോക്കി. പക്ഷെ ഒരു രക്ഷയില്ല. പോരാത്തതിന് ആശാന് പനി ആയതുകൊണ്ട് ഞാനതങ്ങ് വിട്ടു. ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഇവർക്കൊരു ഭയങ്കര ഒരു മെമ്മറി തന്നെ ആയിരിക്കും കേട്ടോ. ഇതൊക്കെ നമ്മളിപ്പോൾ സേവ് ചെയ്ത് ഇടുന്ന കാര്യങ്ങളായാലും വലുതാവുമ്പോൾ നല്ല രസമായിരിക്കും ഇതൊക്കെ കാണാൻ. നമ്മുടെ കുഞ്ഞിലേക്കുള്ള കാര്യങ്ങളൊക്കെ വലുതാവുമ്പോൾ കാണുമ്പോൾ തന്നെ രസമാണ്. അപ്പോൾ ടീച്ചേഴ്സ് പറയുന്നത് മാത്രമാണ് കേട്ടോ ഇവരനുസരിക്കുന്നത്. നമ്മളാരും അവിടെ നിന്ന് എന്ത് പറഞ്ഞാലും അവർ കേൾക്കത്തില്ല. അവരുടെ മാം പറയുന്നത് മാത്രമാണ്. അവർ അങ്ങോട്ട് തിരിയണോ ഇങ്ങോട്ട് തിരിയണോ എന്നുള്ള എല്ലാം അവർ പറയുന്നത് മാത്രമേ കേൾക്കത്തുള്ളൂ. നമ്മളെ വിളിച്ചാലൊന്നും ഒരൊറ്റ മനുഷ്യൻ പോലും അടുത്തോട്ട് വരത്തില്ല. അപ്പോൾ
ഓരോരോ കുരുട്ടുകൾ നെഹ്റു ഒക്കെ വന്ന് നിൽക്കുവാണ് കേട്ടോ. നെഹ്റു ഒക്കെ എന്തൊക്കെയോ മൈക്കിൽ കൂടെയൊക്കെ പറയുന്നുണ്ട്, തോന്നുന്നതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്കൂബി വരുവാണ്. സ്കൂബിയൊക്കെ നല്ല കോസ്റ്റ്യൂമൊക്കെ ഇത് എവിടെ നിന്ന് ഒപ്പിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഓരോരുത്തർ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ എൻ്റർടൈൻമെൻ്റ് ആയത്. ഡാൻസും ഓക്കെയാണ്. അപ്പോൾ ഡാൻസ് കോമ്പറ്റീഷനിൽ അവൻ്റെ അമ്മ കൂടെ ഇത് തകൃതിയായിട്ട് കളിക്കുന്നുണ്ട്. അടുത്ത് നമ്മുടെ കൊച്ചൊരു മിടുക്കിയാണ് കേട്ടോ. അവൾ തന്നെ നല്ല സൂപ്പറായിട്ട് കളിക്കുന്നുണ്ട്. ഭാവിയിൽ ഭയങ്കര ഒരു ഡാൻസർ ആവാനുള്ള എല്ലാ സാധ്യതയും അവളിൽ കാണുന്നുണ്ട്. ഒപ്പം ദീഷുവും. അപ്പോൾ അടുത്ത ആളും കളിക്കുന്നുണ്ടെങ്കിലും പേരൻ്റ് ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ എല്ലാവരുടെ പിന്നിലും അവരുടെ അമ്മമാരും അച്ഛന്മാരും ഒക്കെ കൂടെയുണ്ട്. എങ്കിൽ മാത്രമേ അവർ കളിക്കത്തുള്ളൂ. അവരത്രേ ആയിട്ടുള്ളൂ. അങ്ങനെ നമുക്ക് പറ്റത്തുള്ളൂ. അപ്പം നമ്മളെല്ലാവരും കൂടി പിന്നെ കയറി ഡാൻസ് കളിക്കാനായിട്ട് പോവുകയാണ്. അപ്പം 10-11 മണിയായി കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങളും കൂടെ അടിച്ച് പൊളിക്കാമെന്ന് വെച്ചു. അപ്പം എല്ലാവരും സ്റ്റേജിലും ടീച്ചേഴ്സും പേരൻസും ഒക്കെ കയറി ഡാൻസ് തകൃതിയായിട്ട് കളിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മുടെ കൊച്ചു കുട്ടികളുടെ നമ്മുടെ ലാൻഡേൺ ഫാമിലിയാണിത്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അതുപോലെ തന്നെയാണ് കേട്ടോ, ഒരു ഫാമിലിയെ പോലെ തന്നെയാണ്. അപ്പം ഞങ്ങളെല്ലാവരുടെ ഹാപ്പി ആയിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ആനുവൽ ഡേ സെലിബ്രേഷൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഓക്കെ, എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, ഷി യു, എസ്പെഷ്യലി നമ്മുടെ ടീച്ചേഴ്സ്. ഓക്കെ, ബൈ.